നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ യൂണിറ്റ് 1ന്റെ പാർട്ട് എ സെക്ഷനാണ് നമ്മൾ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് ടോപ്പിക്സ് ആണ് ഇന്ന് എടുക്കുന്നത്. മോളിക്യൂൾസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ റെലവെന്റ് ടു ബയോളജി ആണ് നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ ബോണ്ട്സ് ആണ്. അതിൽ നമ്മൾ ആറ്റംസും മോളിക്യൂൾസും കവർ ചെയ്തു. കെമിക്കൽ ബോണ്ട്സ് ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ക്ലാസ് തുടങ്ങാം. Success comes from the thousands of hours of work that no one sees. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ആ ഒരു സക്സസിന് പുറകിലുള്ള ആ ഒരു ഹാർഡ് വർക്ക് നമുക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആരും അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. സോ ആ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് തുടങ്ങാം. കെമിക്കൽ ബോണ്ടിങ് എന്താണ്? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് വിച്ച് ഹോൾഡ്സ് ദ ആറ്റംസ് ടുഗെദർ വിത്തിൻ എ മോളിക്യൂൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഓഫ് ദി സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്സ് which exist together as a group. Bonding എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ആണ്, whether it is with two atoms or different atoms. Okay, എന്താണ് മോളിക്യൂൾ എന്ന് നോക്കാം. A group of atoms held together by energy in a stable association is called a molecule. Molecule എന്ന് പറയുന്നത് group of atoms held together by energy in a stable association is called molecule. അടുത്തതാണ് compound. When a molecule contains atoms of one or more than one element is called compound. ഇത് രണ്ടും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു ബേസിക് സാധനമാണ്. നമ്മളിപ്പോൾ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ആറ്റമും മോളിക്യൂളും ഇതാണ്. സോ അങ്ങനെയെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്തായിരിക്കും? The atoms in a molecule are joined by chemical bonds. These chemical bonds can result when atoms with opposite charges attract each other. അങ്ങനെ അതെന്താണ് ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട്സ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ അത് അയണിക് ബോണ്ട് ആണ്. ആൻഡ് ഓൾസോ വെൻ ടു ആറ്റംസ് ഷെയർ വൺ ഓർ മോർ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്, അതെന്താണ് നമ്മുടെ കോവാലന്റ് ബോണ്ട് ആണ്. ഓർ വെൻ ആറ്റംസ് ഇന്ററാക്ട് ഇൻ അതർ വേസ്, ചില അട്രാക്റ്റീവ് ഫോഴ്സുകളും ഉണ്ടാവാം. അങ്ങനെയാണ് ഒരു എന്താ പറയാ ഒരു കെമിക്കൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആണ്, എ കെമിക്കൽ ബോണ്ട് ഈസ് എ ലാസ്റ്റിംഗ് അട്രാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ദാറ്റ് എനേബിൾസ് ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദ ഫോഴ്സ് വിച്ച് ഹോൾഡ്സ് ദി ആറ്റംസ് ടുഗെദർ വിത്തിൻ എ മോളിക്യൂൾ ആണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, a bond will form if the energy of aggregate is lower than that of the separated atoms. It's a very important concept. Example പറയാണ്, ഇത് ആറ്റം എ. ഓക്കെ, ആറ്റം എ ആൻഡ് ആറ്റം ബി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടി. ഓക്കെ, ഈ ആറ്റം എന്റെ എനർജി എന്ന് പറയുന്നത് E1 ആണ്, ബിൻ്റെതും E2 ആണ്. യൂഷ്വലി ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന എനർജി നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക, അത് E3 ആയിരിക്കും എന്നാണ് വിചാരിക്കുക, അല്ലെ? പക്ഷെ ഈ കെമിക്കൽ ബോണ്ട് ഒരു എന്താ പറയാ കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാവുന്ന കേസിൽ എന്താന്ന് വെച്ചാല് ഈ എനർജി E1ഉം E2ന്റെയും കമ്പൈൻഡ് എനർജിനേക്കാളും ലെസർ എനർജി ആയിരിക്കും ഈ കോമ്പൗണ്ടിന് ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് they are releasing energy. A bond will form if the energy of the aggregate is lower than that of the separate atoms. ഈ ആറ്റത്തിന്റെയും കമ്പൈൻഡ് എനർജിനേക്കാളും കുറവായിരിക്കും ഈ ഒരു കോമ്പൗണ്ടിന്റെ എനർജി എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് ഉണ്ടാവുക? അപ്പോൾ എനർജി റിലീസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ,
എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ എനർജി റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും ബോണ്ടിങ് ഉണ്ടാവുന്നത്? എന്താണ് ആറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് വൈ ദേ ആർ കണക്ടിങ് വിത്ത് ഈച്ച് അതർ? നമുക്ക് നോക്കാം. ടു ലോവറിംഗ് ദി എനർജി. എന്തിനാണ് എനർജി ലോവർ ചെയ്യുന്നത്? ബിക്കോസ് ലോ എനർജി മോർ സ്റ്റേബിൾ. അപ്പം ഒക്ടേറ്റ് റൂൾ മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഒക്ടേറ്റ് റൂൾ മാത്രമല്ല, to get a stabilized state also they are involved in bonding. Atom's nuclei is pulling its own electron and pulling other atoms electron too. ആ ഒരു ഫോഴ്സും അവിടെ പ്രസന്റ് ആണ്. അതായത് ആറ്റം എ, ആറ്റം ബി, ഈ രണ്ട് ആറ്റംസ് ആണുള്ളത്. സോ ഈ ആറ്റം അതിന്റെ ഓൺ ഇലക്ട്രോണിനെയും പുള്ള് ചെയ്യുന്നുണ്ട്, ഈ ആറ്റത്തിന്റെ ഇലക്ട്രോണിനെയും പുള്ള് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആറ്റം ബി അതിന്റെ ഓൺ ഇലക്ട്രോണിനെയും പുള്ള് ചെയ്യുന്നുണ്ട്, അതർ ആറ്റത്തിന്റെ ഇലക്ട്രോണിനെയും പുള്ള് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫോഴ്സ് ആണ് കെമിക്കൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ടു ബി ഇൻ എ സ്റ്റേബിൾ ഫോം, to reduce the energy also. When a bond forms, the energy is released. Okay, when ഒരു second. When a bond forms, the energy is released. എങ്ങനെയാണ് എനർജി റിലീസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എ മോളിക്യൂളിന്റെയും ബി മോളിക്യൂളിന്റെയും കമ്പൈൻഡ് എനർജിനേക്കാളും ആ കോമ്പൗണ്ടിന്റെ എനർജി കുറവാണ്. സോ വാട്ട് ദേ ഹാവ് ടു ഡു, ദേ ഹാവ് ടു റിലീസ് ദി എനർജി. ഓക്കെ, അതാണ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത്. To break a bond energy, of course, അത് കോമൺ സെൻസ് ആണ് അല്ലേ? ഇഫ് bond forming is releasing energy, bond breaking energy required അല്ലെ? ഈ ഒരു റിക്വയർഡ് എനർജിനെയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബോണ്ട് എനർജി, ടു ബ്രേക്ക് എ ബോണ്ട് എനർജി ഈസ് റിക്വയർഡ്, ഇറ്റ് ഈസ് കോൾഡ് ബോണ്ട് എനർജി. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള എന്താ പറയാ ബോണ്ടിങ്ങിന്റെ എനർജി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരിക്കൽ CSIR ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സ്ട്രോങ് കോവാലന്റ് ബോണ്ട്, ദെൻ അയണിക്, ദെൻ ഹൈഡ്രജൻ, ദെൻ ഹൈഡ്രോഫോബിക്, ലാസ്റ്റ് വരുന്നതാണ് വാണ്ടർ വാൾസ് അട്രാക്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സോ ഈ ടേബിൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കോവാലന്റ് ബോണ്ട്, അയണിക് ബോണ്ട്, ദെൻ ഹൈഡ്രജൻ, ഹൈഡ്രോഫോബിക് ആൻഡ് വാണ്ടർ വാൾസ് അട്രാക്ഷൻ. സോ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോവാലന്റ് ബോണ്ടും ഉണ്ട്, നമുക്ക് നോൺ കോവാലന്റ് ബോണ്ടും ഉണ്ട്. ഓക്കെ, എന്താണ് കോവാലന്റ് ബോണ്ടും എന്താണ് നോൺ കോവാലന്റ് ബോണ്ടും എന്നുള്ളത് നോക്കാം. കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം? ഷെയറിംഗ് ആണ് അല്ലെ? കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് വരുന്നത്. സോ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പോളാറും നോൺ പോളാറും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പോളാർ എന്ന് പറയുമ്പോൾ അൺഈക്വൽ ഷെയറിംഗ് ആണ്, നോൺ പോളാർ എന്ന് പറയുമ്പോൾ ഈക്വൽ ഷെയറിംഗ് ആണ്. സോ കോവാലന്റ് ബോണ്ട് ഒരു സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് കൂടിയാണ് അല്ലെ? സ്ട്രോങ് ആണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. Then next comes non-covalent bond. Non-covalent bondil ഏതൊക്കെയാണ്? അയണിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ ആൻഡ് വാണ്ടർ വാൾസ് ഇന്ററാക്ഷൻ. ഇത്രയാണ് നോൺ കോവാലന്റ് ബോണ്ടിൽ വരുന്നത്. പക്ഷേ ബേസിക്കലി ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന ബോണ്ട് ഫോമിങ് എവിടെയാണ് എക്സാക്ട്ലി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോവാലന്റ് ബോണ്ടിലും അയണിക് ബോണ്ടിലും ആണ് ശരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ഹൈഡ്രോഫോബിക് വാണ്ടർ വാൾസ് ആക്ച്വലി ഒരു ഇന്ററാക്ഷൻ ആണ്, ഒരു എന്താ പറയാ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റംസ് ആണ്. അതർ ത്രീ ആർ കോൾഡ്. ഓക്കെ, സോ എക്സാക്ട്ലി ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് കോവാലന്റ് ബോണ്ടിലും അയണിക് ബോണ്ടിലും ആണ് എക്സാക്ട് ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് അയണിക് ബോണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് അയണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ ആദ്യം ഓർക്കേണ്ടത്? കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. എങ്ങനെയാണ് കാറ്റയോൺസ് ആനയോൺസും ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ അയണിക് ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? അയണിക് ബോണ്ട്സ് ഫോം ക്രിസ്റ്റൽസ് അല്ലെ? എങ്ങനെയാണ് ഇങ്ങനെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളെ സോഡിയം ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആക്സെപ്റ്റഡ് ബൈ ക്ലോറിൻ.
ക്ലോറിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയിരുന്നു. ടു ഗെറ്റ് ദി ഒക്ടേറ്റ് സ്റ്റേറ്റ്, the sodium is donating 1 electron to chlorine, and also while losing 1 electron, sodium is also getting its stable configuration. അങ്ങനെ sodium പ്ലസും ക്ലോറിൻ മൈനസും ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ ഇൻ അയണിക് ബോണ്ട് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലസും ഈ മൈനസും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ എന്താ പറയാ, അതിന്റെ നെയ്ബറിംഗ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് തമ്മിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. നോട്ട് ഓൺലി ബിറ്റ്വീൻ ദിസ് സോഡിയം ആൻഡ് ക്ലോറിൻ, ബട്ട് ഓൾസോ വിത്ത് ദ നെയ്ബറിംഗ് anions and cations. Because of that, it can form a crystal. Okay. Normally ionic bond മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലാണ് ഉണ്ടാവുന്നത്. അയണിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് എന്താണ്, അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് മോർ ദാൻ 2 ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ മേക്കിംഗ് അയണിക് കോമ്പൗണ്ട്. ഓക്കെ, ഇത് മെറ്റൽസ് ആണ്, നോൺ മെറ്റൽസ് ആണ്. ഈ മെറ്റൽസിന്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ ഒരു നോൺ മെറ്റലിന് ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ മെറ്റൽ പ്ലസ് ആയും നോൺ മെറ്റൽ മൈനസ് ആയും മാറുന്നു. അതാണ് അയണിക് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, when a sodium atom donates an electron to a chlorine atom, the sodium atom becomes a positively charged sodium ion, and the chlorine atom becomes a negatively charged chloride ions. എന്താണ്, പോസിറ്റീവിനെ കാറ്റയോൺസ്, നെഗറ്റീവിനെ നമ്മൾ ആനയോൺസ് എന്നാണ് പറയുന്നത്. The electrostatic attraction of oppositely charged ions lead to the formation of a lattice of Na plus and Cl minus. ഈ ഒരു not only between single sodium and chlorine, but also with other charged particles, other charged anions and cations, making this ionic bond to form crystals. So ഇതാണ് നമുക്ക് അയണിക് ബോണ്ടിനെ പറയാനുള്ളത്. ഇനി സ്ട്രക്ചർ ഓഫ് അയണിക് കോമ്പൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എപ്പോഴും കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ ദി പാരന്റ് ആറ്റം. അതെന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ സോഡിയത്തിന്റെ സൈസ് എന്ന് വിചാരിക്കൂ. ആഫ്റ്റർ മേക്കിംഗ് അയണിക് ബോണ്ട് ദ സൈസ് ഈസ് റെഡ്യൂസ് ടു ദിസ് മച്ച്. ഇത് അതിന്റെ ന്യൂക്ലിയസ് ആണ്, ഇത് സോഡിയം ആണ്. സോഡിയത്തിന്റെ നോർമൽ അറ്റോമിക് സൈസ് ആണത്. ആഫ്റ്റർ മേക്കിംഗ് അയണിക് ബോണ്ട് Na പ്ലസ് ആയതിനു ശേഷം എന്ത് പറ്റി, പാരന്റ് ആറ്റത്തിന്റെക്കാളും സൈസ് കുറഞ്ഞു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ബിക്കോസ് സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ അത് ലൂസ് ചെയ്തു അല്ലെ. വൈൽ ലൂസിങ് ദി ഇലക്ട്രോൺ, ലൂസിങ് വൺ വാലൻസ് ഷെൽ ഓൾസോ. സോ ഈ ഒരു ഷെല്ല് ഇനി ആവശ്യമില്ല, അത് റെഡ്യൂസ് ചെയ്തു. സോ എന്താണ്, കുറച്ചും കൂടി ഔട്ടർ ഷെൽസ് ന്യൂക്ലിയസിലേക്ക് കുറച്ചും കൂടി അട്രാക്റ്റഡ് ആയി അല്ലെ. കണ്ടോ, അങ്ങനെയാണ് ഇതിന്റെ സൈസ് അവിടെ റെഡ്യൂസ് ആയിട്ട് മാറുന്നത്. സോ അയണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ കാറ്റയോൺസ് ആർ ഓൾവേസ് സ്മോളർ ദാൻ ദി പാരന്റ് ആറ്റം because of the losing of the electron. ആനയോൺസോ, ആനയോൺസിന്റെ കേസ് എന്താണ്, ആനയോൺസ് ആർ ലാർജർ ദാൻ ദി പാരന്റ് ആറ്റം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ക്ലോറിൻ ആറ്റം, ആനയോൺ ക്ലോറിൻ ആറ്റം ആണ്. ഇത് ക്ലോറിന്റെ ന്യൂക്ലിയസ് ആണ്. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റിൽ നമുക്ക് 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7. ഓക്കെ, ഇത് ക്ലോറിൻ ആണ്. ഇത് ഇനി ആനയോൺ ആയിട്ട് മാറുന്ന സമയത്ത് അതിന്റെ സൈസ് കൂടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് 8 ഇലക്ട്രോൺ കിട്ടി, അതിന്റെ വാലൻസ് ഷെൽ ഇൻക്രീസ് ഒന്നും ആവുന്നില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്, 2 3 4 5 6 7 8 എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല് ഒരു ഇലക്ട്രോണും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആ ന്യൂക്ലിയസിലേക്കുള്ള പുള്ള് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പം ഇലക്ട്രോൺസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് വരും. ക്ലോസ് ആയിട്ട് വരുമ്പോൾ എന്താണ്, ഈ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായിരിക്കും. സോ അത് ടു അവോയ്ഡ് ദാറ്റ് ദേ വിൽ സ്കാറ്റർ മാക്സിമം. ഔട്ടർമോസ്റ്റ് ഷെല്ല് ഒന്ന് എക്സ്പാൻഡഡ് ആവും. ഓക്കെ, എന്നിട്ട് അപ്പം എന്താണ് പറയാ, അപ്പൊ ഈച്ച് ഇലക്ട്രോൺ ഡിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ഓൾസോ ദേ ക്യാൻ റെഡ്യൂസ് ദി റിപ്പൽഷൻ. അതുകൊണ്ടാണ് ആനയോൺസ് പാരന്റ് ആറ്റത്തിനേക്കാളും ലാർജർ സൈസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇതാണ് അയണിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ഐസോ ഇലക്ട്രിക് സീരീസ് ആണ്.
എന്താണ് ഐസോ ഇലക്ട്രിക് സീരീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഐസോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മാഗ്നീഷ്യം, അലൂമിനിയം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? അറിയില്ല അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഐസോ ഇലക്ട്രിക്, ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആണ്, സെയിം എന്നാണ് ഇതിന്റെ മീനിങ്. നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഈ സയന്റിഫിക് ടെർമിനോളജി മെയിൻലി ഡിറൈവ് ഫ്രം ഗ്രീക്ക്. ഓക്കെ, സോ കുറെ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്യൂഡോപോഡിയ, സ്യൂഡോപോഡിയ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോൾസ്, ഇതൊക്കെ ഗ്രീക്ക് വേർഡ് ആണ്. ഫോൾസ് എന്നാണ് അർത്ഥം. ഓക്കെ, പോഡിയ എന്ന് പറയുമ്പോൾ പെഡൽ ലൈക്ക്, ലെഗ് ആണ്. ഇറ്റ്സ് നോട്ട് എ ആക്ച്വൽ ലെഗ് ബട്ട് ലെഗ് ലൈക്ക് സ്ട്രക്ചർ ാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം. ഇലക്ട്രിക് മീൻസ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ. സോ സെയിം ഇലക്ട്രോൺ. അതെങ്ങനെയാണ് ഇവിടെ വരുന്നത് നോക്കൂ. നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന്റെ പ്രത്യേകത ഒന്നും മനസ്സിലായില്ല അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. O2 മൈനസ്, എങ്ങനെ O2 മൈനസ് ആവുന്നത്? ഇതിലേക്ക് 2 ഇലക്ട്രോൺ ആഡ് ചെയ്യാണ് ചെയ്തത്. നമുക്ക് നോക്കൂ, ഓക്സിജന് 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് ആൻഡ് ഇറ്റ് ഗെയിൻസ് 2 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് അത് 2 മൈനസ് ആയത്. അപ്പം 8 + 2 10 ടോട്ടൽ ഇലക്ട്രോൺ. ഇനി ഫ്ലൂറിന്റെ കേസ് നോക്കൂ, ഫ്ലൂറിന് 9 ഇലക്ട്രോൺസ് ആണുള്ളത്. ഫ്ലൂറിൻ മൈനസ് ആണ് അല്ലെ? അപ്പൊ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും? 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 9 + 1 10 ഇലക്ട്രോൺ. നിയോൺ ഓൾറെഡി എന്താണ്, ഇനോട്ട് ഗ്യാസ് ആണ്. നിയോണിന് ഓൾറെഡി 10 ഇലക്ട്രോൺ ആണ് ഉള്ളത്. പിന്നെ വരുന്നത് സോഡിയം ആണ്. സോഡിയം പ്ലസ് ആണ് അല്ലെ? പ്ലസ് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ ലൂസ് ചെയ്തു. അപ്പം 11 - 1 10 ഇലക്ട്രോൺ ആയി. അതുപോലെ തന്നെ മഗ്നീഷ്യം, മഗ്നീഷ്യത്തിന് 12 ഇലക്ട്രോൺ ഉണ്ട്. Mg2+ ആണ്. ദാറ്റ് മീൻസ് അത് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തു. അപ്പം 12 - 2 10. അതുപോലെ അലൂമിനിയം, അലൂമിനിയത്തിന് ടോട്ടൽ 13 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ 3- എന്നുള്ള വരുന്ന സമയത്ത് എത്ര? 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തു. അങ്ങനെ 13 - 3 10. സോ ഈ ഒരു ഫോമില് O2 - F- Ne Na+, Mg2+, Al3+, ഈ ഒരു ഫോമില് ഈ എലിമെന്റ്സിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം ആണ്. കണ്ടോ, എല്ലാം 10 10 10 ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഐസോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ റിയാക്ഷനെ പറ്റി പറയുമ്പോഴും ഓരോ ഇന്ററാക്ഷനെ പറ്റി പറയുമ്പോഴും നമുക്ക് കൂടുതൽ അത് ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ ഇതാണ് ഐസോ ഇലക്ട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, Ca2++ Cl- gives CaCl2. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതൊരു ജസ്റ്റ് ഒരു ക്രിസ് ക്രോസ് ആണ്. ക്രിസ് ക്രോസ് ചെയ്താൽ മതി. ലൈക്ക് ഈ 2നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഈ 1നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ CaCl2 ആയി, ബാലൻസ്ഡ് ഇക്വേഷൻ ആയി അല്ലെ? ഇപ്പൊ കാൽഷ്യത്തിന് 2 ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ക്ലോറിന് ആകെ 1 ഇലക്ട്രോണേ വേണ്ടുള്ളൂ. സോ എന്താ സംഭവിക്കുക? 2 ക്ലോറിൻ അവിടെ അറ്റാച്ച്ഡ് ആവും. അങ്ങനെയാണ് CaCl2 ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Na+O2-. ഇതും അതെ, ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്താൽ മതി. ഇങ്ങനെ വന്നിട്ട് ഈ Na ഇങ്ങോട്ടേക്ക് വരും, O2 ഇങ്ങോട്ടേക്ക് വരും. ഈ ഒരു ഇപ്പൊ Na+ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നാണല്ലോ അർത്ഥം. സോ Na2O എന്നുള്ള ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ആയി അല്ലെ? സോഡിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ ആകെ ഒന്നേ ഉള്ളൂ അല്ലെ? ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ ഓക്സിജന് എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. സോ എന്താണ്, 2 സോഡിയം അവിടെ അറ്റാച്ച്ഡ് ആയാലേ അവിടെ ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനെയാണ് ബാലൻസ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതൊന്ന് നോക്കൂ. NH4++ PO4 3-. ഇങ്ങനെ വരുമ്പോ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ അയണിക്, മുകളിൽ എഴുതുന്നതാണ് അയണിക്, മറ്റേത് നമ്മുടെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻവോൾവ് ആണ്. സോ ഇതിനെ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഈ NH4 3 ആയിട്ട് വരും.
സോ ഇതിന് ഒന്നിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒന്നിച്ചിട്ട് വേണം എഴുതാൻ. NH4 PO4 ആയിട്ടാണ് എഴുതേണ്ടത്. Mg2+F എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചെയ്യുമ്പോൾ MgF2. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ആണ്, നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ അയണിക് ഇന്ററാക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എസ്പെഷ്യലി പ്രോട്ടീൻ ഫോൾഡിങ്. ഓക്കെ, എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്? വാട്ട് ഈസ് ദ മെക്കാനിസം? ട്രാൻസ്ലേഷൻ അല്ലെ? ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ എങ്ങനെയായിരിക്കും? ലീനിയർ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ദേ വിൽ സ്റ്റാർട്ട് ഫോൾഡിങ്. ഓക്കെ, ആ ഫോൾഡിങ്ങിന് ചില ഇന്ററാക്ഷൻ കൊണ്ടാണ് രണ്ട് അമിനോ ആസിഡ് തമ്മിലുള്ള അമിനോ ആസിഡിന്റെ സൈഡ് ചെയിനിൽ വരുന്ന പൊളാരിറ്റി അനുസരിച്ചിട്ടാണ് ആ ഫോൾഡിങ് അവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മളത് പ്രോട്ടീൻ്റെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മളത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കും. പക്ഷെ പ്രോട്ടീൻ ഫോൾഡിങ്ങിന്റെ സമയത്ത് പ്രോട്ടീനിൽ വരുന്ന നോൺ പോളർ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒക്കെ ആ പ്രോട്ടീനിന്റെ കോറിൽ അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, പോളാർ പ്രോട്ടീൻസ് ഒക്കെ അതിന്റെ പെരിഫറി ലൈനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ സപ്പോസ് ഒരു ഗ്ലോബുലർ പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, അതിന്റെ കോറിലുള്ള അമിനോ ആസിഡ്സ് എല്ലാം നോൺ പോളർ, അതായത് ഹൈഡ്രോഫോബിക് ആയിരിക്കും. പെരിഫറിയിലുള്ള സർഫസിലുള്ളത് മുഴുവൻ പോളാർ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആയിരിക്കും. സോ ഇവിടെ വരുന്ന അയണിക് ഇന്ററാക്ഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള അയണിക് ഇന്ററാക്ഷൻ ആണോ, സർഫസിലുള്ള അയണിക് ഇന്ററാക്ഷൻ ആണോ, കോറിലുള്ള അയണിക് ഇന്ററാക്ഷൻ ആണോ സ്ട്രോങ് ആയിട്ടുണ്ടാവുക? കോറിലുള്ളതായിരിക്കും അല്ലെ? അതെങ്ങനെയാണ്? സർഫസിൽ എന്താണ്? വാട്ടർ ഉണ്ട് അല്ലെ? വാട്ടർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ വരുന്നുണ്ട്. വാട്ടറും പോളാർ ആണ്, സോൾട്ടും പോളർ ആണ്. സോ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. സോ ആ ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ in the core of the protein, the presence of water is very less. So inside the protein, in the core area, the ionic bonds are more strong than the surface. In a core of a protein, most of the amino acids are non-polar, and in surface, all polar amino acids. In the core of a protein, the ionic bonds are more stable than surface ionic bond. So, ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോട്ടീൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, പല പ്രോട്ടീൻ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസിനെ നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, നമുക്ക് ഏത് ബൈ യൂസിങ് വിച്ച് ഏജന്റ് യു ക്യാൻ ബ്രേക്ക് ദി ബോൺസ്. സോ നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം ഇൻക്ലൂഡ് Ca2+, K+ and Na+, അല്ലെ? They are involved in the conduction of nerve impulse. നമുക്ക് നന്നായിട്ട് അറിയാം ഈ K+, Na+ എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ഫിസിയോളജി പഠിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കും. പക്ഷെ ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? Ca2+, K+ and Na+ are very important in the conduction of nerve impulses. So ഇങ്ങനെയാണ് നമ്മൾ അയോൺസ് പഠിക്കുന്നത്. അയോൺസിന്റെ ഇമ്പോർട്ടൻസ്, അയണിക് ഇന്ററാക്ഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ATP ഹൈഡ്രോലൈസിസ് ആണ്. ATP ഹൈഡ്രോലൈസിസ് ഇവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ സ്ലൈഡിന്റെ ആദ്യത്തിൽ എന്താ പറഞ്ഞത്? ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? എല്ലാ ഇന്ററാക്ഷൻ, നമ്മൾ പഠിച്ച ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബോണ്ട് ഫോമിങ് റിലീസ് എനർജി ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ് റിക്വയർഡ് എനർജി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ATP ADP PA ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ അവിടെ നടക്കുന്നത്? എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്താ അത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് അവിടെ കോൺട്രഡിക്ഷൻ ആയി അല്ലെ? ഈ ATP ചെയ്യുന്ന സമയത്ത്, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനർജി റിക്വയർഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്.
ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബോണ്ട് നമ്മൾ പറഞ്ഞു ബോണ്ട് ബ്രേക്കിംഗ് റിക്വയർഡ് എനർജി ആൻഡ് ബോണ്ട് മേക്കിംഗ് റിലീസ് എനർജി എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇവിടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സിംഗിൾ ബോണ്ട് മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്. സെവറൽ ബോണ്ട്സ് ആർ ഇൻവോൾവ് ഇൻ എ റിയാക്ഷൻ. മനസ്സിലായോ? there are several bonds involved in reaction. അവിടെ ഒരു സിംഗിൾ ബോണ്ടിന്റെ എനർജി മാത്രമല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ നെറ്റ് ഇഫക്റ്റ് മാത്രം, അതായത് ടോട്ടൽ എനർജി മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. എന്തുകൊണ്ടാണ് ATP ADP PA ആയിട്ട് അതിന് നമ്മൾ ഹൈഡ്രോലൈസിസ് എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് ഹൈഡ്രോലൈസിസ്? ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇൻവോൾവ് ആണ്, ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആണ് ATPനെ ബ്രേക്ക് ചെയ്യുന്നത്. സോ അവിടെ ഒരു ബോണ്ട് ബ്രേക്ക് മാത്രമല്ല ബോണ്ട് ഫോർമേഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു റിയാക്ഷൻ നോക്കൂ. ഇതാണ് ATP അല്ലെ. ഒരു അഡിനോസിൻ, ഒരു റൈബോസ് ഷുഗർ, 3 ഫോസ്ഫേറ്റ്, 1 2 3 ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ബ്രേക്ക് വാട്ടർ വന്നിട്ട് ഇതാ ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടാക്കി. ഫസ്റ്റ് ഉണ്ടാകുന്നത് ബോണ്ട് ബ്രേക്കിംഗ് ആണ്. സോ അത് ബോണ്ട് ബ്രേക്കിംഗ് റിക്വയർഡ് എനർജി യൂസ് ചെയ്തു. ഓക്കെ, എനർജി അവിടെ യൂസ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് എന്താണ് ഉണ്ടാവുന്നത്? ഈ വാട്ടറിന്റെ OH ഇവിടുത്തെ ഈ റിലീസ് ചെയ്ത ഫോസ്ഫേറ്റിനോട് കമ്പൈൻഡ് ആയി. ഇവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നു. ഈ ബോണ്ട് ഫോർമേഷൻ എന്താണ്? എനർജി റിലീസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മള് ഫസ്റ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തു, എനർജി റിക്വയർഡ്. ഇവിടെ സെക്കൻഡ് ഒരു ബോണ്ട് ഫോം ചെയ്തു, എനർജി റിലീസ് ചെയ്തു. സോ ആ ഒരു എനർജി ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്കിങ്ങിന്റെ, അതായത് ദ എനർജി റിലീസ്ഡ് ബൈ ബോണ്ട് ഫോമിംഗ് ഈസ് മച്ച് ഹയർ. അതുകൊണ്ട് നെറ്റ് ഇഫക്റ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് എനർജി റിലീസിങ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോണ്ട്, കെമിക്കൽ ബോണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കെമിക്കൽ ബോണ്ട് ബേസിക്കലി ശരിയാണ്, ഇറ്റ്സ് ട്രൂ ദാറ്റ് ഓക്കെ ബോണ്ട് ഫോമിങ് റിലീസ് എനർജി എന്ന് പറഞ്ഞു. പക്ഷെ ഇൻ എ റിയാക്ഷൻ ഇവിടെ എന്താണ്? ATP മാത്രമല്ല, ATP സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ചെയ്യല്ല ചെയ്യുന്നത്. ATP ഈസ് ബ്രോക്കൺ ഡൗൺ വിത്ത് വാട്ടർ. ഹൈഡ്രോലൈസിസ് ആണ് നടക്കുന്നത്. സോ ഇവിടെ ബ്രേക്കും നടന്നു, ഇവിടെ ഒരു ബോണ്ട് ഫോർമേഷനും നടന്നു. And this bond formation releases energy. This energy is much greater than this energy utilized. So, upper outcome of this reaction is released energy. So, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും വെക്കേണ്ടതാണ്. ഇത് എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DNA സിന്തസിസ് വരുന്ന സമയത്ത്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ നിങ്ങൾക്ക് ഇത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്താണ് കെമിക്കൽ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട്, എങ്ങനെയാണ് ആ ഒരു എനർജി അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്ന എനർജി റിലീസ് ചെയ്യുന്നത് എന്തിനാണ് അല്ലെ? ടു റെഡ്യൂസ് ദി എനർജി അല്ലെ, ലെസ് എനർജി മോർ സ്റ്റേബിൾ. സോ അതൊക്കെ ആ ഒരു പോയിന്റ്, ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമ്മളൊരു റിയാക്ഷനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം എത്ര ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തു, എത്ര ബോണ്ട് അവിടെ ഗെയിൻ ചെയ്തു എന്നുള്ളത്, ഫോം ചെയ്തു എന്നുള്ളത് നോക്കുക. അതിന്റെ നെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ് എന്താണോ, നെറ്റ് എഫക്റ്റ് എന്താണോ, അതാണ് ആ റിയാക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് ATP ഹൈഡ്രോലൈസിസ്. സോ ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. നമുക്ക് DNA സിന്തസിസ് വരുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് മനസ്സിലാവും ആ ഒരു പ്രോസസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് കോർഡിനേറ്റ് ബോണ്ട്. കോർഡിനേറ്റ് ബോണ്ട് ഓൾസോ കോൾഡ് ഡേറ്റീവ് കോവാലന്റ് ബോണ്ട്. Okay, it is a covalent bond in which both electrons come from the same atom. Okay,
ഇവിടെ ആക്ച്വലി ഷെയറിംഗ് ആണ് നടക്കുന്നത്. എയും ബിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. ഇവിടെ ഈ എ ഈസ് ഓൺലി ഷെയറിംഗ് ഇലക്ട്രോൺസ് വിത്ത് ബി. ബി ഈസ് നോട്ട് ഗിവിംഗ് എനി ഇലക്ട്രോൺ. സോ ഒരു വൺ സൈഡഡ് ഷെയറിങ്ങിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, one atom contribute electron, the other atom not contribute any electron. അതായത് ഒരു വൺ സൈഡ് ഷെയറിംഗ് ആണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ NH3 ക്ലോറോഫിൽ ഹീമോഗ്ലോബിൻ. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്ന് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് NH3 എന്ന് പറയുന്നത്. ഇത് നൈട്രജന്റെയും ഹൈഡ്രജന്റെയും ഇലക്ട്രോൺ ആണ്, പ്ലസ് HCl. ഈ HCl ഇവിടെ ഹൈഡ്രജൻ, ഈ റെഡ് ഒക്കെ ഹൈഡ്രജൻ ആണ് കേട്ടോ, ബ്ലൂ ക്ലോറിൻ ആണ്. ഓക്കെ, NH3 പ്ലസ് HCl എന്താ സംഭവിക്കുന്നത്? NH4 പ്ലസ് Cl മൈനസ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാല്, ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഈസ് ഹിയർ ഓൺലി വിത്ത് ക്ലോറിൻ ഓൺലി, ബട്ട് ദി ഇലക്ട്രോൺ ഷെയർഡ് ഹിയർ, ദി ഇലക്ട്രോൺ ഷെയർഡ് ബൈ നൈട്രജൻ ഇറ്റ്സെൽഫ്. ഈ നൈട്രജന്റെ ഇലക്ട്രോൺ ആണ് ഈ ഹൈഡ്രജനും എടുത്തിരിക്കുന്നത്, അല്ലാതെ ഹൈഡ്രജൻ തിരിച്ച് ഒരു ഷെയറിംഗ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇതിനെ കോർഡിനേറ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതേ കോർഡിനേറ്റ് ബോണ്ട് തന്നെ നമുക്ക് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിലും ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ ഈ നൈട്രജൻ ഉണ്ടല്ലോ, ഈ നൈട്രജൻ ആണ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് ടു അയൺ. അയൺ തിരിച്ച് ഷെയർ ചെയ്യുന്നില്ല, ബട്ട് നൈട്രജൻ അങ്ങോട്ടേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നൈട്രജൻ അയൺ തിരിച്ച് അവിടെ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ക്ലോറോഫിലിന്റെ കേസിലും വരുന്നത്. ഈ ഒരു മാഗ്നീഷ്യം നൈട്രജനും തമ്മിൽ നൈട്രജൻ ഈസ് ദ കോൺട്രിബ്യൂട്ടർ ആൻഡ് മാഗ്നീഷ്യം ഈസ് നോട്ട് ഗിവിംഗ് ബാക്ക്. സോ നൈട്രജൻ ഈസ് ഷെയറിംഗ് ദി ഇലക്ട്രോൺ. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ബോണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇൻ സിസ്റ്റം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നോൺ വാൻഡർവാൾസ് ഇന്ററാക്ഷൻ ആണ്. ഇപ്പൊ ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും ആണ് എക്സാക്ട് ബോണ്ട് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. സോ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വാൻഡർവാൾസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ വീക്ക് ഇന്ററാക്ഷൻ, വീക്ക് അട്രാക്ഷൻ ആണ് ആക്ച്വലി. അട്രാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ഡ്യൂ ടു ഓപ്പോസിറ്റ്ലി പോളറൈസ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ്സ്. അതാണ് വാൻഡർവാൾസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. Basically atom are neutral, but once they interact each other, അവിടെ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ആ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സോ സച്ച് ഇന്ററാക്ഷൻ ഈസ് കോൾഡ് വാൻഡർവാൾസ് ഇന്ററാക്ഷൻ. സോ എങ്ങനെയൊക്കെയാണ് വാൻഡർവാൾസ് ഇന്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. It may be between intra or intermolecular forces. Intra means within. സോ ഒരു വാട്ടറും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ ഇന്റർ എന്ന് പറയുന്നതാണ് സെയിം തമ്മിലുള്ളത്. ഇൻട്രാ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് തമ്മിലാണ് വരുന്നത്. സോ ഇങ്ങനത്തെ ഇന്ററാക്ഷൻസ് ഒക്കെ നമ്മൾ ബയോളജിക്കൽ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ വാൻഡർവാൾസ് ഇന്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡൈപോൾ ഇന്ററാക്ഷൻ. നമ്മൾ ഡൈപോൾ എന്താന്ന് കണ്ടു കഴിഞ്ഞു. ഒരു ഡൈപോളും വേറൊരു ഡൈപോളും തമ്മിൽ വരുന്ന ഇന്ററാക്ഷനെയാണ് ഫസ്റ്റ് ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ഓൺലി ഇൻ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് വാൻഡർവാൾസ് അട്രാക്ഷന്റെ പ്രത്യേകത. ഇതൊരു ഡൈപോൾ ആണ്. ഇപ്പൊ ഇവിടെ ഒരു ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് ഓൾറെഡി HCl ഉണ്ട്, ആൻഡ് അടുത്ത HCl മോളിക്യൂളിനും ഒരു ഡെൽറ്റ പ്ലസ് മൈനസ് ഉണ്ട്. പക്ഷെ ഈ ഒരു HClന്റെ മൈനസും ഈ ഒരു HClന്റെ പ്ലസും തമ്മിലുള്ള ഒരു അട്രാക്ഷനെയാണ് നമ്മൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അട്രാക്ഷൻ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. ഇത് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് വരുന്ന സമയത്ത് ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. സോ ബേസിക്കലി ഇതിന് ഇവിടെ ഒരു ഡെൽറ്റ പ്ലസ് മൈനസ് ഉണ്ടെങ്കിലും ഓൾറെഡി ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് പ്രസന്റ് ആണ് അല്ലെ. ബട്ട് ഇതിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് അതെ. ഓക്കെ, അവർ കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോണും തമ്മിൽ എന്താണ്, റിപ്പൽഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഡൈപോൾ ഇന്ററാക്ഷൻ പ്രസന്റ് ഓൺലി ഇൻ എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. അതിനാണ് ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻ. അയോൺസ് ഉണ്ടാവില്ല, ആനയോൺസും കാറ്റയോൺസും ഉണ്ടാവും. ഒരു സൊല്യൂഷൻ, ഒരു ലിവിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ടാവും, എല്ലാ കൈൻഡ് ഓഫ് എൻവയറമെന്റും ഉണ്ടാവും. സോ
In an environment where ions present, dipole is present, so അവിടെ develop ചെയ്യുന്ന ഒരു interaction ആണ് ion dipole interaction എന്ന് പറയുന്നത്. See, if there is if the presence of anion is there, the polar molecule ഒരു dipole അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. സോ ഈ ഒരു ഡൈപോളിന്റെ ഈ ഒരു ഡെൽറ്റ പ്ലസും ഈ ഒരു ആനിയോണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കാറ്റയോണും ഡെൽറ്റ മൈനസും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, വാണ്ടർവാൾ ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാണ്ടർവാൾ ഡയമീറ്റർ എന്ന് പറയും. ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമേ ഈ ഒരു അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനേക്കാളും കൂടുതലായാലും കുറവായാലും അത് ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. സോ ഇതാണ് അയൺ ഡൈപോൾ. ദ പ്രസൻസ് ഓഫ് അയോൺ ആൻഡ് ഡൈപോൾ മേക്ക് ആൻ അട്രാക്ഷൻ. ഇതിനെയാണ് നമ്മൾ അയൺ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ്. ഈ തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. അയൺ ഇൻഡ്യൂസ് രണ്ടായിട്ട് തന്നെ വായിക്കണം കേട്ടോ. അയൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഓക്കെ, ഈ ഒരു ആറ്റം ന്യൂട്രൽ ആണ്. ഓക്കെ, ബട്ട് in the environment there is the presence of cations. ഈ ഒരു പ്ലസ് അയോണിന്റെ ഒരു അട്രാക്ഷൻ കാരണം ഈ ഒരു മോളിക്യൂളിൽ ഒരു ഡൈപോൾ ഡെവലപ്പ് ആയി. ബേസിക്കലി അതൊരു ന്യൂട്രൽ ആണ്, ബട്ട് ദ പ്രസൻസ് ഓഫ് കാറ്റയോൺ ക്രിയേറ്റഡ് എ ഡൈപോൾ ഇൻ ദിസ് മോളിക്യൂൾ. ദിസ് ഈസ് കോൾഡ് അയൺ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഓക്കെ, because of this presence of this cation, this spherical atom became a dipole. അതിന് ഒരു ടെമ്പററി ചാർജ് അവിടെ ഡെവലപ്പ് ആയി. ഓക്കെ, ഇനി വരുന്നത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഈ അയണിന്റെ പോലെ തന്നെ ഓൾറെഡി ഒരു ഡൈപോൾ ഉണ്ട്, ആ ഡൈപോള് വേറൊരു ഡൈപോള് ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് പെർമനന്റ് ഡൈപോൾ ആണ്. ഓൾറെഡി ഇതിനൊരു പൊളാരിറ്റി ഉണ്ട്, the side plus and this side minus. ഇതൊരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. ബട്ട് once they came into same environment, this delta minus have the tendency to attract the positive charges. Because of this attraction, this molecule also become a dipole. ഈ ഒരു മോളിക്യൂളിലും ഒരു പൊളാരിറ്റി ഡെവലപ്പ് ആയി. സോ ഈ ഒരു ഇന്ററാക്ഷനെയാണ് നമ്മൾ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്. അതും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമേ ഈ ഒരു ഇന്ററാക്ഷൻസ് എല്ലാം നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്പേർഷൻ. ഇതൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ അതൊരു ഇൻസ്റ്റന്റേനിയസ് അല്ലെങ്കിൽ ഒരു മൊമെന്ററി ഡൈപോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ബിറ്റ്വീൻ ടു നോൺ പോളാർ മോളിക്യൂൾസ്. ഓക്കെ, ഇതൊരു മോളിക്യൂൾ ആണ്, അതിന്റെ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്. ബട്ട് എങ്കിലും ഗ്രാജുവലി അതിനൊരു പൊളാരിറ്റി അവിടെ ഡെവലപ്പ് ചെയ്തു. സോ ഈ ഒരു മോളിക്യൂളിന് ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ അട്രാക്ട്, ഈ ഒരു പ്ലസ് അടുത്ത ആറ്റത്തിന്റെ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രോൺസ് ഇവിടെ ക്ലൗഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് നെഗറ്റീവും ഈ സൈഡ് പോസിറ്റീവ് ആയിട്ട് മാറും. ഇതിനെയാണ് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ബിറ്റ്വീൻ നോൺ പോളാർ മോളിക്യൂൾസ് ആണ് ഉണ്ടാവുന്നത്. അടുത്തത് വരുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ആക്ച്വലി നമ്മുടെ യൂണിറ്റ് 1 സി എന്ന് പറയുന്നത് ഫുള്ളി ബേസ്ഡ് ഓൺ ദിസ് വാണ്ടർവാൾസ് ഹൈഡ്രോഫോബിക് ഹൈഡ്രജൻ ഇന്ററാക്ഷൻ ആണ് 1C വരുന്നത്. 1A ജസ്റ്റ് നമ്മൾ ഇതിനെ മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ആ 1C ആകുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, അതിനെയാണ് ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാട്ടർ മോളിക്യൂളിന്റെ തന്നെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഈ ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ദിസ് ഓക്സിജൻ ഈസ് അട്രാക്ടിങ് ദിസ് ഹൈഡ്രജൻ. ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ അതെ, വിത്തിൻ എ വാട്ടർ മോളിക്യൂൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് പ്രസന്റ് ആണ്. അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ആക്ച്വലി ഒരു ബോണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് വൈ സാൾട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ. നമ്മൾ പറഞ്ഞു വാട്ടറിന്റെ കുറെ യുണീക്ക് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് എന്താണ് ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഡൈപോൾ ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അതിനൊരു പ്ലസും മൈനസും ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഒരു യുണീക്ക് ആയി മാറുന്നത്. അപ്പൊ എങ്ങനെയാണ് സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ആവുന്നത് എന്ന് നോക്കാം.
Water disrupts the forces holding the ions in their crystal matrix, causing the salt to dissolve into a roughly equal mixture of free Na plus and Cl minus. ഈ ഒരു NaCl-നെ ബോണ്ടിനെ അവിടെ വാട്ടർ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. Because living system always include water. Ions are more important than ionic crystals. Actually നമുക്ക് നമ്മൾ NaCl ഫുഡിൽ കഴിക്കുന്നത് ആക്ച്വലി നമുക്ക് ഈ Na പ്ലസ് ആക്ച്വലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് Na പ്ലസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എന്ത് ഇപ്പൊ ഒരു ഗ്ലൂക്കോസ് ഇൻടേക്കിനാണെങ്കിലും നെർവ് ഇമ്പൾസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അയോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എന്താണ് വാട്ടർ അതിന്റെ ഇന്റർഫിയർ ചെയ്തു അല്ലെ. വാട്ടർ ഇന്റർഫിയർ ചെയ്തിട്ട് NaCl-ന്റെ അയണിക് ഇന്ററാക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്തു. അങ്ങനെ Na പ്ലസും Cl മൈനസും ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്തു. സോ അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നോക്കൂ, ഇത് Na പ്ലസ്. അപ്പൊ Na പ്ലസിന് ചുറ്റും വാട്ടർ മോളിക്യൂൾ എങ്ങനെയാണ് വരുന്നത്? വാട്ടർ മോളിക്യൂളിന്റെ ഡെൽറ്റ മൈനസ് വിൽ അട്രാക്ട് വിത്ത് ദിസ് Na പ്ലസ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ തിരിച്ചും Cl മൈനസ് ആയതുകൊണ്ട് വാട്ടറിന്റെ പ്ലസ് ഡെൽറ്റ പ്ലസ് എൻഡ് വിൽ അട്രാക്ട് ടു ദിസ് ക്ലോറിൻ. സോ അങ്ങനെ ഒരു എന്താണ് പറയാ, ഒരു ഹൈഡ്രേഷൻ ഷെല്ലാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു anions and cations, and accordingly water molecules are surrounded by these ions. Na പ്ലസിന് ചുറ്റും ഡെൽറ്റ മൈനസ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സും Cl മൈനസിന് ചുറ്റും ഡെൽറ്റ പ്ലസിന്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ഹൈഡ്രേഷൻ ഷെൽ അവിടെ ഉണ്ടാവുന്നത്. ദെൻ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞു ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു അല്ലെ. അത് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. ഓക്കെ, ഈ കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൗ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷെയർഡിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നൈട്രജന്റെ കേസ് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്. ഹൈഡ്രജന്റെ സിംഗിൾ ബോണ്ട് ആണ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ പഠിച്ചു സിഗ്മ പൈ ഉണ്ടെന്ന്. സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ സിഗ്മ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ ആൻഡ് പൈ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ സിഗ്മ പൈ പൈ. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിയാക്ടിവിറ്റി, റിയാക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത്. സോ നോക്കൂ, ട്രിപ്പിൾ ബോണ്ട് ആർ മോർ ഹൈലി റിയാക്റ്റീവ് than double bond than single bond, because ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും ഉണ്ട്. The presence of two pi bonds makes this compound highly reactive. ഇവിടെ ഈക്വൽ ആണ്, ഒരു സിഗ്മയും ഒരു പൈയും ഉള്ളൂ. ബട്ട് the presence of പൈ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി റിയാക്റ്റീവ് ആണ്. ബട്ട് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ആണ്, സിഗ്മ ബോണ്ട് ആണ്, ബട്ട് ദേ ആർ നോട്ട് ദാറ്റ് മച്ച് റിയാക്റ്റീവ്. സോ അത് നമ്മൾ മനസ്സിലായിരിക്കണം. ട്രിപ്പിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ ഡബിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ സിംഗിൾ ബോണ്ട്, ഈ ഒരു കോൺസെപ്റ്റും എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പോളാർ ആൻഡ് നോൺ പോളാർ കോവാലന്റ് ബോണ്ട്സ് നമ്മൾ പറഞ്ഞതാണ്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആർ അൺഈക്വലി ഷെയർഡ് ആണ്. പോളാർ എന്ന് പറയുമ്പോൾ ഈക്വൽ ഷെയർ ആണ്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ അൺഈക്വൽ ഷെയർ ആണ് വരുന്നത്. ഇതാണ് നമ്മൾ പോളാർ നോൺ പോളാറിന് നമ്മൾ കുറെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കോവാലന്റ് ബോണ്ടിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട് ഹൈലി റിയാക്റ്റീവ്, ഡബിൾ ബോണ്ട് മോഡറേറ്റ്, സിംഗിൾ ബോണ്ട് ലെസ് റിയാക്റ്റീവ്. സോ ഇതിങ്ങനെ ഒരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ നോട്ടിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിയാക്ഷൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ബോണ്ട് എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബോണ്ടിങ്ങിന്റെ പാർട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഒരു ഫാസിനേറ്റിംഗ്, കോവാലന്റ് ബോണ്ടിന്റെ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the average energy required to break covalent bond is -85 kilocalorie. ഓക്കെ, ഈ ഒരു ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കൂ. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ടാണ്, അതായത് കോവാലന്റ് ബോണ്ട് ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് എർത്തില് ലൈഫ് പോസിബിൾ ആയത്. അതെങ്ങനെയാന്ന് നോക്കൂ. എർത്തിൽ നമുക്ക് കിട്ടുന്ന ഇപ്പൊ സണ്ണിന്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ലൈറ്റ് എന്താണ്? ലൈറ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ റിസീവ് ചെയ്യുന്നത് വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റ് ആണ് നമുക്ക് എർത്തിൽ കിട്ടുന്നത് അല്ലെ.
അല്ലെ, വിസിബിൾ റേഞ്ച് ലൈറ്റ് അല്ലേ നമുക്ക് എർത്തിൽ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബ്രേക്ക് കോവാലന്റ് ബോൺസ്. ഇപ്പൊ യു വിയോ ഗാമയോ റേഡിയേഷൻ ഒക്കെയാണ് എർത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എർത്തിൽ ലൈഫ് പോസിബിൾ ആവില്ല. സോ കോവാലന്റ് ബോണ്ട് ആണ് നമ്മുടെ ലൈഫിനെ എക്സിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ ഹൈലി സ്ട്രോങ് കോവാലന്റ് ബോണ്ട് നമ്മളെ ലിവിങ് സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ടാണ്, and also the earth is receiving the visible light and it is not enough to break covalent bond. That's how life is possible on earth. ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കോറിലേറ്റ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വി വിൽ ഫീൽ മാജിക്കൽ. ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, എങ്ങനെയാണ് ലൈഫ് ഇവോൾവ് ചെയ്തത്, എങ്ങനെയാണ് ഇംപ്രൂവ് ആയത്, എങ്ങനെയാണ് ഇവോൾവ് ആയത്, എങ്ങനെയൊക്കെയാണ് ഓരോ അഡാപ്റ്റേഷൻസ് സംഭവിച്ചത്, എല്ലാത്തിനെയും ഒരു മോളിക്കുലാർ ലെവൽ മുതൽ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഫീൽ മാജിക്കൽ. ആൻഡ് ഇതിനൊക്കെ തമ്മിലൊരു കണക്ഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഇമ്പോർട്ടന്റ് ആറ്റംസ് ആണ്. ഈ ഒരു ടേബിളും നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഓക്സിജൻ, ബിക്കോസ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എലിമെന്റ്സ് ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഇത്രേന്റെ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ ഒരു നമുക്ക് അപ്പൊ തന്നെ ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മളെ മൈൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അയണിക് ആണോ കുവാലന്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ബോണ്ട് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് കുവാലന്റ് ആണോ അല്ലെങ്കിൽ അയണിക് ബോണ്ട് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ജസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അയണിക് ബോണ്ടും, ലെസ് ദാൻ 2 ആണെങ്കിൽ അത് കുവാലന്റ് ബോണ്ടും ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മളുടെ പാർട്ട് യൂണിറ്റ് 1-ലെ പാർട്ട് എ ഇതോടുകൂടി ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ്. സോ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് വേണ്ടത്. ഐ ഹോപ്പ് ടിൽ ദിസ് യു ആർ ക്ലിയർ വിത്ത് ദി കോൺസെപ്റ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. ആൻഡ് ഈ ഒരു ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് അവർ ചാനൽ. എന്തെങ്കിലും സജഷൻസ്, വാല്യുബിൾ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൽ us. And also we are providing notes, question banks, etc. If anybody needed, kindly contact us. So thank you so much. We will see you with the question paper discussion. Thank you so much.